വഴിയാ പോയത്. അയ്യോ, ഇതിനപ്പുറം വലിയ കാടാണല്ലോ. ഇനിയിപ്പോ കള്ളന് ഈ കാടിനകത്തോട്ട് കയറിയിട്ടുണ്ടാവോ? അല്ല മാഡം, കള്ളനെ ഇവിടെ എവിടെയെങ്കിലും കാണും. നമുക്ക് നന്നായിട്ടൊന്ന് നോക്കാം. ആ അതെ സർ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. നമുക്ക് മൊത്തത്തിൽ ഇവിടെ ഒന്ന് പരിശോധിക്കണം. വാ, നമുക്ക് ഇവിടെ ഒന്നും കൂടി നന്നായി പരിശോധിക്കാം. വാ. ഇവിടെ ഒന്നും ഇല്ല സർ, ഇവിടെ കാണുന്നില്ല. മാഡം, കള്ളൻ ഇവിടെയുണ്ട് മാഡം, പെട്ടെന്ന് വരൂ. കള്ളനെ പിടിക്കേ. സർ, നിങ്ങൾക്ക് ഇതുവഴി ആരെങ്കിലും പോകുന്നതായി കണ്ടോ? ഓക്കെ സർ, താങ്ക് യു. അതുവഴിയല്ലേ പോയത്? ചേട്ടാ, ഇതുവഴി വെളുത്ത കളറുള്ള ഒരു ബനിയനിട്ടിട്ട് ആരെങ്കിലും പോകുന്നതായിട്ട് കണ്ടോ? അതെ സർ, ദാ ഈ വഴിയിലൂടെയാണ് അയാൾ പോയത്. ഞാനേ രാവിലെ കച്ചവടാക്കി വെച്ച പൈസ ഉണ്ടായിരുന്നേ സർ, അതെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വന്ന് എന്റെ പൈസ എടുത്തോണ്ടാ സർ പോയത്. സർ, വേഗം വാ, നമുക്ക് ഇതിലൂടെ പോയാലേ അയാളെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. സർ, അയാൾ വലിയ കള്ളനാണോ? അതെ ചേട്ടാ, അയാളെ ഇവിടെയുള്ള കുറേ വീടുകളിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ മോഷ്ടിച്ചിട്ടാ പോയത്. ഇപ്പോ അയാളുടെ കയ്യിലെ 1,00,000 രൂപയും 15 പവൻ സ്വർണവും ഉണ്ട്. ഓ അതെയോ, എന്റെയും പൈസ അയാൾ എടുത്തോണ്ട് പോയിട്ടുണ്ട് സർ. അതും കൂടി എനിക്ക് വാങ്ങിച്ചു തരണേ കിട്ടിയാലേ. ആ ഓക്കെ ചേട്ടാ, ഇനിയിപ്പോ അയാളെ കാണുവാണെങ്കിലേ ഞങ്ങൾ വിളിക്കണേ. ഓക്കെ സർ. രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ചായ വിറ്റുകൊണ്ടാക്കിയ കാശ, അതും കൊണ്ടല്ലേ ആ കള്ളന് പോയത്. അയാൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. പോലീസ് സർ, മാഡം, കള്ളനെ ഇതുവഴിയാ മാഡം പോയത്. മാഡം, അയ്യോ, ഈ സാറുമാർ ഇതെങ്ങോട്ടാ പോയേക്കുന്നേ? ഓ, ഇനിയിപ്പോ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുമല്ലോ. ഓ, കുഞ്ഞാപ്പൂന്റെ വീട്ടിലേക്കോ? കുഞ്ഞാപ്പുവേ എന്റെ സ്റ്റുഡന്റാ. മാഡം 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 മാഡം, കള്ളനെ ആ സൂപ്പർ മാർക്കറ്റിനകത്തോട്ടെ കയറി. പെട്ടെന്ന് ചെന്നാലേ അയാളെ പിടിക്കാൻ പറ്റും. സർ, പെട്ടെന്ന് വാ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് കള്ളനെ പിടിക്കാം. സർ, നിങ്ങളെ വീട്ടിലെ ചെറിയൊരു കുട്ടിയില്ലേ, അവനോട് പറ ഇനി അറിയാത്തവരാരേലും വന്നാലേ വാതിലൊന്നും തുറക്കരുതെന്ന്. ശരി ചേട്ടാ. എടോ, താൻ കുറെ സമയമായല്ലോ ഇവിടെ പതുങ്ങിയിരിക്കുന്നേ. എന്തുവാ കാര്യം? ഇവിടെ നിന്ന് വല്ലതും എടുക്കാനാണോ? ഞാനിപ്പോ പോലീസിനെ വിളിക്കും. അയ്യോ അല്ല സർ, ഞാനേ ഇവിടെ ബിസ്ക്കറ്റ് പരതുമായിരുന്നു. ഇവിടെ ബിസ്ക്കറ്റ് ഒന്നും കാണുന്നില്ല. ഇവിടെയുള്ള ബിസ്ക്കറ്റ് ഒന്നും കാണാനൊരു രസമില്ല. അതുകൊണ്ട് ഞാൻ നല്ല ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു സർ. ബിസ്ക്കറ്റിന്റെ റാക്ക് അപ്പുറത്താ, ഇതേ ചോക്ലേറ്റിന്റെ ഷെൽഫാ. ഓ, ഞാനിവിടെ ആദ്യമായിട്ടാ സർ, അതുകൊണ്ടാ. ഇനി ശീലായിക്കോളും. ബിസ്ക്കറ്റ് പെട്ടെന്ന് എടുത്തിട്ടേ ബില്ലിംഗ് ആക്കാൻ പോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? മാഡം, എന്താണ് മാഡം വേണ്ടത്? മോനെ, ഇവിടെ കള്ളന്മാർ വല്ലതും വന്ന് കയറിയായിരുന്നോ? കള്ളന്മാരോ? ഇല്ല മാഡം, ഇവിടെ കള്ളന്മാരൊന്നും വന്ന് കയറിയില്ല. മോനെ, നിനക്ക് കള്ളന്മാരെന്ന് സംശയം തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല മാഡം, ഇല്ല, അങ്ങനെ ആരുമില്ല. കോൺസ്റ്റബിൾ, നമ്മൾ ഇതുവരെ അന്വേഷിച്ചത് വെറുതെയായി എന്നാ തോന്നുന്നത്. നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സാറിനോട് ഇതൊന്ന് സൂചിപ്പിക്കാം. വാ. ഓക്കെ മാഡം. ഇത് ബിസ്ക്കറ്റ് അല്ലേ? എടോ, ബില്ലാക്കുന്നതിന് മുമ്പ് താനെങ്ങനെയാ ഇത് തുറന്ന് കഴിച്ചത്? ബിസ്ക്കറ്റ് എന്തിനാ? കഴിക്കാൻ വേണ്ടിട്ടല്ലേ? അതുകൊണ്ട് ഞാൻ കഴിച്ചു. അപ്പൊ ഈ ബിസ്ക്കറ്റിന്റെ പൈസ ആര് കൊടുക്കും? നീ ഉണ്ടല്ലോ, നീ കൊടുത്താ മതി. പൈസ തന്നാൽ മാത്രം ബിസ്ക്കറ്റ് തരുള്ളൂ, അല്ലെങ്കിൽ ബിസ്ക്കറ്റും ഇല്ല, ഒന്നുമില്ല. എടോ, തനിക്കറിയാവോ ഞാൻ ആരാണെന്ന്? നീ ആരായാലും എനിക്കെന്താ? നീ തുറന്ന ബിസ്ക്കറ്റിന്റെ ക്യാഷ് ഇവിടെ അടിച്ചിട്ട് പോയാ മതി. മോനെ, ഒരു പെപ്സി. പോലീസ്, നിനക്ക് അത്ര പെട്ടെന്നൊന്നും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ സറണ്ടർ ആയേ. സർ, മാഡം, ഇവനെ പിടിക്കും മാഡം. ഞാനേ ജീപ്പ് എടുത്തോണ്ട് വരുന്നേ. താൻ എന്തുവാടാ വിചാരിച്ചേ? നീ ഞങ്ങളെ തന്നെ കളിപ്പിക്കുന്നോ? നീ സ്റ്റേഷനിലോട്ട് വാ, സ്റ്റേഷനിൽ നിന്നേ നിനക്ക് ബാക്കി തരാം, കേട്ടോ? സത്യമായിട്ടും താന് കള്ളനായിരുന്നോ? മോനെ, ഞങ്ങളെ ഈ കള്ളനെ പിടിക്കാൻ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ സമയമായി ഈ കള്ളന്റെ പിന്നാലെ നടക്കുന്നു. ഓക്കെ മാം, അതൊന്നും കുഴപ്പമില്ല. മാഡം, കുടിക്കാൻ വെള്ളം വേണോ മാഡം? വേണ്ട മോനെ, വേണ്ട. നില്ല മാഡം, ഞാനേ വെള്ളം എടുത്തോണ്ട് വരാം. മാഡം മാഡം, മാഡത്തിന്റെ ബാക്കിലെ ഒരു ബിസ്ക്കറ്റ് ഇല്ലേ, അതൊന്നും എടുത്തു തരൂ മാഡം. മാഡം പ്ലീസ് മാഡം, ഭക്ഷണം കഴിച്ചിട്ടേ 3 ദിവസമായി, അതുകൊണ്ടാ മാഡം. പ്ലീസ്, വിശക്കുന്നു, അതുകൊണ്ട് മാത്രം മാഡം. പേടിക്കേണ്ട മാഡം, ഞാൻ രക്ഷപ്പെട്ടിട്ടൊന്നും പോവില്ല. എടാ, താൻ എന്തുവാടോ വിചാരിച്ചത്? രക്ഷപ്പെട്ടു പോവാൻ നോക്കുന്നോ?
എടോ താൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിച്ചല്ലേ? പാവല്ലേ നോർത്ത് ബിസ്ക്കറ്റ് തരാൻ വിചാരിക്കും നമുക്ക്, നീ രക്ഷപ്പെട്ടു പോകുന്നു. ആ ഇതൊക്കെ കൂട്ടിട്ട് സ്റ്റേഷനിൽ തരാട്ടോ ബാക്കി. മാഡം ഇതാ മാഡം വെള്ളം. താങ്ക്സ് ടമോനെ. സർ കാർ എവിടെയാ വെച്ചിട്ടുള്ളത്? അതവിടെ ഉണ്ട് മാഡം, നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോവാം. ആ ഓക്കെ സർ. ഇവനെ ഇന്ന് ഞാൻ ശരിയാക്കും. നടക്കടാ അങ്ങോട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാനാണല്ലേ കള്ളനെ പിടിച്ചു കൊടുത്ത പോലീസിന്.